സുധ ഹോസ്പിറ്റലായിരുന്നപ്പോ ഭർത്താവ് വന്നിരുന്നോ കാണാൻ? ഇല്ല, ഒരു പ്രാവശ്യം പോലും വന്നില്ല. അപ്പൊ അടുത്ത് കിടക്കുന്നവരൊക്കെ ചോദിച്ചു എന്തിയ ഭർത്താവ് എന്ന് അമ്മയോട് ചോദിച്ചു. അവൻ വീട്ടിലുണ്ടെന്ന് പറഞ്ഞു. എന്തിയ വരാത്ത? അവൻ ഇങ്ങനെ ഓരോ പാർട്ടിയുടെ പരിപാടിക്കൊക്കെ പോകുന്നുണ്ടാ വരാത്തെന്ന് പറഞ്ഞു. ഹോസ്പിറ്റലിൽ ആരായിരുന്നു കൂടെ? അമ്മായിപ്പനായിരുന്നു. അപ്പൊ നിങ്ങളുടെ അച്ഛൻ അമ്മയൊന്നും പറഞ്ഞില്ലേ? ഇല്ല, അവരെയൊന്നും അറിയിച്ചില്ല. റംല ഉണ്ടായിരുന്നോ? റംല വന്ന് എന്നെ ഹോസ്പിറ്റലിലാക്കിയിട്ട് പിന്നെ അവളിങ്ങ് പോന്നു. പിന്നെ വന്നിട്ടില്ല. അപ്പൊ ഹോസ്പിറ്റലിൽ നിന്ന് കഴിഞ്ഞ് പിന്നെ എവിടെ? ഡോക്ടർമാർ എന്നോട് ചോദിച്ചു ഇതെന്ത് പറ്റിയത്. അപ്പൊ ഇവരെന്നോട് പറഞ്ഞു നേരത്തെ പറഞ്ഞേക്കുന്ന വീണാന്നേ പറയാവുള്ളൂ എന്ന് പറഞ്ഞു. എന്നാ വെച്ചാൽ എന്നെ എറിഞ്ഞാന്ന് പറയുമ്പോ അവര് വന്ന് അന്വേഷിക്കുക. അപ്പൊ ഈ വാറ്റും കാര്യങ്ങളും ഇതൊക്കെ പിടിക്കും, എല്ലാം പിടിക്കും. അപ്പൊ ഇവര് അകത്താവും. അപ്പൊ അവരെന്നോട് അങ്ങനെ കാല് പിടിച്ചു പറഞ്ഞാൽ ഞാൻ ആരോടും പറഞ്ഞു. ആരോട് ചോദിച്ചാലും വീണാന്ന് മാത്രം ഇപ്പോഴും പറയുന്നത്. ഭർത്താവിന് ഇപ്പോഴും മാറ്റാണോ? ഇല്ല, ഇപ്പൊ മാറ്റൊന്നുമില്ല. എന്നിട്ട് അത് കഴിഞ്ഞ് ഇവര് ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിഞ്ഞ് ആശുപത്രിയിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഭർത്താവും ഇവളും കൂടെ കൂടി 5 കന്നാസുമായിരുന്നു. അത് ഇവര് മാറ്റി. അത് അപ്പൊ അച്ഛനറിയാം ഇവര് മാറ്റി. അവ ചോദിച്ചിട്ടൊന്നും ഇവര് സമ്മതിച്ച കള്ളം കൊണ്ടുപോയി എന്ന് പറഞ്ഞോണ്ടിരിക്കുക. അങ്ങനെ വിറ്റ് അവര് കാശാക്കിയത്. അങ്ങനെ അവള് കാശൊക്കെ ഉണ്ടാക്കി അവള് പിന്നെ പേർഷ്യക്ക് പോയി. അത് കഴിഞ്ഞാണ് ഞങ്ങള് പെരുമ്പാവൂർക്ക് വന്നത്. ഞങ്ങളുടെ അളിയൻ മുഖേന ഇവിടെ പെരുമ്പാവൂർ വന്ന്. അപ്പൊ പിന്നെ സമാധാനായിരുന്നു ജീവിതം. ഇല്ലല്ലോ ജീവിതത്തില്. പിന്നെ എന്ത് സംഭവിച്ചു? പിന്നെ പ്രശ്നം ഉണ്ടാവാൻ കാര്യം? പിന്നെ പ്രശ്നങ്ങള് ഞങ്ങള് പെരുമ്പാവൂർ വന്ന 8 വർഷത്തോളം ഒരു കുഴപ്പമില്ലാതെ ജീവിച്ചു. എനിക്കൊരു കൊച്ചും കൂടി ഉണ്ടായി. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വിളിയൊന്നുമില്ല. പിന്നെ ഇവര് വീട്ടുകാരുമായിട്ട് ഞങ്ങളെ എല്ലാരും വരികയും പോവുകയും എല്ലാം ചെയ്തു. നാത്തുമാരൊക്കെ എൻ്റെ കൂടെ വന്ന് നിന്ന് അങ്ങനെ അവരവിടെ എല്ലാരും മാറി വന്ന് അവിടെ ജോലിയൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെ ജീവിച്ചോണ്ടിരിക്കുവായിരുന്നു പെരുമ്പാവൂര്. ആ ഒരു സമയത്തായിരുന്നു അത് പെരുമ്പാവൂർ വെച്ച് ഇവരിങ്ങനെ പോകുന്ന അറിവ് കിട്ടി. എൻ്റെ വീട്ടിലോട്ട് എൻ്റെ പിള്ളേരെയും പറഞ്ഞു വിട്ടു. കഴിഞ്ഞപ്പോ ഇവളിങ്ങനെ പകുതി വരെ വന്നു. ഇവള് പേർഷ്യനൊക്കെ വന്നു തിരിച്ചു. എത്ര കൊല്ലം കഴിഞ്ഞിട്ട്? ഒരു 5-8 വർഷം കഴിഞ്ഞാന്ന് തോന്നുന്നു വന്നു. വന്നപ്പോ ഇവര് വീട്ടുകാരുമായിട്ട് ഭയങ്കര അടുപ്പമായി. അപ്പൊ എന്റെ അമ്മാമ്മക്ക് സുഖമില്ലാന്ന് പറഞ്ഞ് വിളിപ്പിച്ച് അങ്ങനെ പുള്ളി പോവുകയും വരുവൊക്കെ ചെയ്തു. അങ്ങനെ പോകാൻ വരെ എവിടെയോ വെച്ച് ഇവര് പിന്നെ അടുപ്പത്തിലായി കഴിഞ്ഞ അത് എപ്പോഴാ എങ്ങനെയാന്ന് എനിക്കറിയില്ല. എന്നോട് ചോദിച്ചാ റംല അവിടെ വന്നിട്ട് പിന്നെ പെരുമ്പാവൂർ വന്ന് അവള് ഈ മലപ്പുറത്തും ഇവിടുന്ന് പേർഷ്യന്ന് വന്നു കഴിഞ്ഞാൽ ഈ മലപ്പുറത്തും ആലുവയിലൊക്കെ ഓരോ വീടുകളിൽ നിൽക്കുകയാണ്. ഇതൊന്നും ഞങ്ങൾ അറിയുന്നില്ല. ജോലിക്ക് വേണ്ടി ഇവള് ഓരോ വീടുകളിൽ നിന്നാണ് വിളിക്കും. ചേട്ടൻ പണിക്ക് പോവാണല്ലോ എന്നും ഞങ്ങളുടെ അടുത്തുനിന്ന് മില്ലി പണിക്ക് പോകുന്നുണ്ട്. പണിക്ക് പോവാന്ന് പറഞ്ഞാ പോകുന്നത്. പക്ഷെ ചില ദിവസം വന്ന് പറയും ഇന്ന് പണിയില്ലായിരുന്നു. വൈകിട്ട് വരുമ്പം പറയും പണിയില്ലായിരുന്നു. നിങ്ങളവിടെ എന്നോട് പോയിരുന്നു. ഞാനും അവരോട് ഇരുന്ന് സിനിമ കാണുമായിരുന്നു എന്നൊക്കെ എന്നോട് പറയാനുള്ളത് ഞങ്ങനെ വിശ്വസിച്ചോണ്ട് വരുന്നത്. പക്ഷെ ഇവര് തമ്മിൽ ഫോൺ വിളിക്കുന്നുണ്ട്. ചേട്ടൻ ആലുവായിക്ക് എല്ലാം പറഞ്ഞ് ആലുവായിക്ക് പോകുന്നുണ്ട്. ഇങ്ങനെ പലരും കണ്ടു. അതെങ്ങനെ മനസ്സിലായി? അളിയനോട് പലരും പറയാം. അളിയന്റെ കൂടെയായിരുന്നു പുള്ളി വർക്ക് ചെയ്തോണ്ടിരുന്നേ. അളിയനാണ് ശ്രുതിയോട് ഇതൊക്കെ പറഞ്ഞിരിക്കുന്നത്. എന്നോട് പറഞ്ഞിട്ടില്ല, പെങ്ങളോട് പറഞ്ഞു പല പ്രാവശ്യം. ഇവന്റെ പെങ്ങളോട് പറഞ്ഞു ഇവന്റെ പോക്ക് ഇതൊക്കെ നിങ്ങളോട് പറയുന്നത്. പെങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇവന്റെ പോക്കൊക്കെ അത്ര ശരിയല്ല, 2 കുഞ്ഞുങ്ങളില്ലേ എന്നൊക്കെ വന്ന അളിയൻ വന്ന് പറഞ്ഞ എങ്ങനെയും പറഞ്ഞു. പല കാരണങ്ങളും വീട്ടിൽ വിളിച്ച് പറഞ്ഞു. ഇവര് 8ക്കും 7ക്കും ഇവരാണ് അവൻ അങ്ങനെ പോവല്ല ഇങ്ങനെ പോവല്ലെന്നാണ് വീട്ടുകാർ പറയുന്നത്. ഈ രംല ഇല്ലാത്ത സമയത്താണോ 2ാമത് കുഞ്ഞുണ്ടായത്? ഞങ്ങള് പെരുമ്പാവൂർ വന്ന് നിൽക്കുമ്പോ. അപ്പൊ പിന്നെ എന്ത് സംഭവിച്ചു? പിന്നെ ഇടയ്ക്ക് ഇവര് വീട്ടിൽ വരവ് തുടങ്ങി. അങ്ങനെ അവള് പേർഷ്യന്ന് വന്ന് അങ്ങനെ എങ്ങനെയോ ഇവര് തമ്മി പിന്നെ അടുപ്പത്തിലാക്കി. ഇവര് നേരത്തെ മുതലേ ഫോൺ വിളിച്ചു തുടങ്ങി. അങ്ങനെ ഫോൺ വിളിക്കുന്നത് എങ്ങനെ അറിയാം? ഫോൺ വിളിച്ച് പുള്ളി നേരത്തെ മുതലേ ഫോണൊക്കെ വീട്ടിൽ വെച്ചിട്ട് ഇവള് വിളിക്കാൻ തുടങ്ങിയ ഫോൺ വെക്കാറില്ല. ഒരു പ്രാവശ്യം ഫോൺ വന്ന് ഞാൻ എടുത്തപ്പം പെട്ടെന്ന് കട്ട് ചെയ്തു. വെക്കാതായപ്പോ സംശയം വന്നു. പെട്ടെന്ന് കട്ട് ചെയ്തു. അത് കഴിഞ്ഞ ഒരു ദിവസം ഹലോ എന്ന് വെച്ചപ്പോ സ്ത്രീയുടെ എന്താന്ന്. അപ്പൊ എനിക്കറിയില്ല ഇവള് വന്നിട്ടുണ്ടെന്ന് ഞാൻ അറിയുന്നില്ല. ഈ മൂത്ത കൊച്ചിനെയും കൊണ്ട് ഒരു ദിവസം വീട്ടിൽ ചെന്നപ്പോഴാണ് കൊച്ചു കണ്ടു ഇവള് വീട്ടിൽ വന്നതും വീട്ടിൽ വന്നിരുന്ന് സംസാരിക്കുന്നൊക്കെ കൊച്ചു കണ്ടായിരുന്നു. അപ്പൊ എന്നോട് നിങ്ങളുടെ കൊച്ച് എന്റെ മൂത്ത ഏത് വീട്ടിലിരുന്ന്? ചേട്ടന്റെ വീട്ടില്. അത് കഴിഞ്ഞപ്പോ എന്റെ ഭർത്താവ് ഈ കഴിഞ്ഞ മുമ്പത്തെ ശിവരാത്രിക്ക് ഞാൻ ആലുവ ശിവരാത്രി കൂടാൻ പോവാന്ന് പറഞ്ഞു. അപ്പം ഞാനും പിള്ളേരും കൂടെ എൻ്റെ അമ്മ മരിച്ചുകൊണ്ട് ഞാൻ ബലിയിടാൻ നോയമ്പൊക്കെ നോക്കിയിരിക്കുകയായിരുന്നു. ബലിയിടാൻ
പോകാനായിട്ട് ഇരുന്നപ്പോഴാണ് പുള്ളി ഇങ്ങനെ വന്ന് പറഞ്ഞു, എടി ഞാൻ ആലുവ ശിവരാത്രിക്ക് പോകാം. ശരി എന്ന് പറഞ്ഞു. ആലുവ ശിവരാത്രിയും കഴിഞ്ഞ് എല്ലാവരും വീട്ടിൽ പോയിട്ട് പുള്ളിയെ കാണുന്നത്. അപ്പം ഞാൻ അന്വേഷിച്ചു എന്ത് ചെയ്യുന്നത്. പുള്ളി കൂട്ടുകാരും പോയിട്ടില്ല പുള്ളിയെ കാണുന്നത്. പുള്ളി കോന്നിക്ക് വന്നു, ഇവിടെ അടുത്ത്. ആരുടെ അടുത്ത് പോയി? ഇവിടെ അടുത്ത്. കോന്നിയിൽ അവിടെ ഉണ്ടായിരുന്നോ? അവൾ അവിടെ അന്നുണ്ട്. അവള് ഇവിടുന്ന് ജോലി ചെയ്ത് അങ്ങോട്ട് പോയി. അവിടെ എവിടെ? അവളുടെ വീട്ടില്. അവളുടെ വീടെടുത്ത് അവിടെ പോയി. ചേട്ടന്റെ വീട്ടിൽ പോകാതെ ഇവിടെ എടുത്ത് പോയിട്ട് അവര് പലരും കണ്ടിട്ട്. അതെങ്ങനെ അറിഞ്ഞോ? അത് എന്റെ അമ്മായിമ്മ തന്നെ പറഞ്ഞു. അവിടെ വന്ന കാര്യങ്ങളൊക്കെ എന്റെ അമ്മായിമ്മ എന്നോട് പറഞ്ഞു. ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോ അതിന് മുന്നേ ഞാന് തൊഴിലുറപ്പും കഴിഞ്ഞ് വരും. അപ്പൊ ഞാൻ ചോറ് കൊണ്ടുപോയില്ല. എന്റെ കൂട്ടുകാരി പറഞ്ഞു ചോറ് കൊണ്ടല്ലേ നമുക്ക് വന്നു കൊണ്ടാന്ന് പറഞ്ഞു. ഞാൻ തൊഴിലുറപ്പും കഴിഞ്ഞ് വീട്ടിൽ കയറി വരുമ്പം ഫോണിൽ സംസാരിക്കുന്നത് ഞാൻ നേരിട്ട് കേട്ടു. അപ്പൊ എന്താ സംസാരിച്ച? മോനെ, അവളെ വിളിക്കുന്ന ചക്കര മോനെ കുട്ടാന്നൊക്കെ വിളിക്കുന്നേ. നീ ഒന്നും കൊണ്ടും വിഷമിക്കണ്ട, ഞാൻ നിനക്ക് വേണ്ടിയാ ജീവിക്കുന്നേ. നിങ്ങൾക്ക് എങ്ങനെയാ ഒരു ചക്കര ഫോണിൽ സംസാരിക്കുന്നു? ഇല്ല, നിനക്ക് വേണ്ടിട്ടാ ജീവിക്കുന്നേ. ഞാൻ വരാം നിന്റെ അടുത്തോട്ട്. നിനക്ക് വേണ്ടിട്ടാ ഞാൻ ജീവിക്കുന്നേ. ഇതൊക്കെ നടക്കുന്ന പെരുമ്പാവൂര് പെരുമ്പാവൂര് അവർ എന്ത് കാര്യം ഉണ്ടല്ലോ എന്റെ മൂത്ത നാത്തിനോട് പറയാതിരുന്നിട്ടില്ല. എന്റെ വീട്ടിൽ എന്ത് സംഭവിച്ചാലും എല്ലാം ഞാൻ ചെന്ന് പറയും. ഞാൻ ചെന്ന് പറയാറുണ്ട് അളിയനോടും മൂത്ത നാത്തിനോടും. എന്നാ വെച്ചാൽ ഞങ്ങള് അമ്മയുള്ളൂ അവിടെ, വേറെ ആരും ഇല്ല. മൂത്ത മറ്റൊരു വലിയ ഫ്രണ്ട് പോലെയാണ്. അപ്പൊ അങ്ങനെയൊക്കെ നടന്ന് ഓരോ കാര്യങ്ങളും പറഞ്ഞ് ചേട്ടന്റെ വഴിതെറ്റിയ പോക്ക് കണ്ടോണ്ട് ചേട്ടന്റെ മുതലാളി ചേട്ടനെ ഗുണദോഷിച്ചു.